നമ്മൾ വളരാൻ അനുവദിക്കരുത്, അവരെ വളർത്തണം. നമുക്ക് കാണാം അനേക കുഞ്ഞുങ്ങൾ എങ്ങനെങ്കിലുമൊക്കെ വളരുകയാണ്. ആ വളരുന്ന കുഞ്ഞുങ്ങളെ ഒരിക്കലും അവരെ കീഴ്പ്പെടുത്തി നിർത്തുവാൻ കഴിയത്തില്ല. എന്നാൽ വളർത്തുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ കഴിയും, വളരുന്ന കുഞ്ഞുങ്ങളെ കാണുവാൻ കഴിയും. അച്ചടക്കത്തിൽ നമ്മൾ അവരെ വളർത്തണം. അച്ചടക്കം എന്ന് പറഞ്ഞതാണ് ഒരച്ഛന്റെ കീഴിൽ. അച്ചപ്പം ഉണ്ടാക്കാൻ അമ്മമാർക്കൊക്കെ അറിയാം എങ്ങനെയാണ് അച്ചപ്പം ഉണ്ടാക്കുന്നത്. അതിനൊരു അച്ചുണ്ട്, അതിന് കൃത്യ അളവിലാണ് ആ അച്ചപ്പം എടുത്ത് എണ്ണയിലേക്ക് ഇടുന്നത്. അതുപോലെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരെ കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കുന്നത്. നമ്മൾ അധ്യാപകരാകുന്നത് നമ്മൾ ഓരോരുത്തരും വളർത്തിയെടുക്കുന്നത്. തമിഴ്നാട്ടിലോടൊക്കെ പോകുമ്പോൾ ഇപ്പൊ പടലവങ്ങ കിളിച്ചു നിൽക്കുന്നത് കാണാം. അതിങ്ങനെ ആദ്യം ഇവിടെ കിളിച്ചു വരുമ്പോഴത്തേക്കും ചെറിയൊരു കല്ല് കെട്ടി അത് പിന്നീട് എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഒരു 2-3-4 ദിവസം കഴിയുമ്പോൾ ചെറിയ അതിനനുസരിച്ചുള്ള ഓരോരോ കല്ലുകൾ കെട്ടി അതുപോലെ നമ്മ ഓരോരുത്തരും സ്തോത്രം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന പറയുന്നത് ചെറിയ വാക്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് കഴിഞ്ഞ് വീണ്ടും ഒരു വാക്യം കൂടെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ വചനത്തിൽ അവരെ വളർത്തിയെടുക്കണം. അവര് തന്നെ വളരുവാൻ അനുവദിക്കരുത്. നാം ഓരോരുത്തരും അവരെ വളർത്തിയെടുക്കണം. ഒരു 2-3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ പറഞ്ഞ് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ദൈവസന്നിധിയിൽ വളർന്ന ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം വളർന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാം. അതിനായി വായിക്കാം 1 ശമൂവേൽ. മനപ്രയാസപ്പെടരുത്, വേഗത്തിരിക്കും. ഒരു വാക്യം വായിച്ച് വേഗത്തിലിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 21 ലാസ്റ്റ് ആ വരി വായിക്കാം. മതി. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നദ്ധിയിൽ അവൻ വളർന്നു വന്നു. ഒന്ന് ഓർത്തു നോക്കി, യഹോവയുടെ സന്നദ്ധി. ഫ്രീ മലനാട്ടിൽ എൽക്കാന എന്ന് പറയുന്ന ഒരു പുരുഷന് ഒരു 2 ഭാര്യമാരുണ്ടായിരുന്നു. എന്നാൽ ഒരുത്തിക്ക് മക്കളുണ്ടായിരുന്നു, ഒരുത്തിക്ക് മക്കളില്ലായിരുന്നു. എപ്പോഴും വ്യസനത്തോടെ, വേദനയോടെ, പരിഹാസത്തോടെ എൽക്കാനയുടെ ഭാര്യ ഹന്നയെ പരിഹസിച്ചുകൊണ്ടിരിക്കുവാൻ എഴുതുന്നു. എന്നാൽ അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അവൾക്ക് ഒരു മകനെ ലഭിക്കുവാനായിരുന്നു. ആ മകനെ അവൾ ദൈവസന്നിധിയിൽ കൊണ്ട് ആക്കുവാനായിരുന്നു. ഇവിടെ പറയുന്നു ശമൂവേലോ സ്തോത്ര ദൈവസന്നിധിയിൽ അവൻ വളർന്നു വരുവാനായിരുന്നു. യഹോവയുടെ സാന്നിധ്യത്തിൽ വളർന്നു വരുവാനായിരുന്നു. ഇന്ന് പകൽക്കാലം ആര് ദൈവ സാന്നിധ്യത്തിൽ വളർന്നു വരുന്നോ അവൻ അനുഗ്രഹിക്കപ്പെടുവാനായിത്തീരും. ഒന്ന് ഓർത്തു നോക്കിയേ, അവൻ വളർന്നു വന്നത് യഹോവയുടെ സാന്നിധ്യത്തിൽ. സ്തോത്ര മറ്റാരുടെ സാന്നിധ്യത്തിലല്ല അവൻ വളർന്നു വന്നത്, അവൻ ദൈവ സാന്നിധ്യത്തിൽ വളർന്നു വരുവാനായിരുന്നു. ഒന്ന് നോക്കിയേ, എൽക്കാന സ്തോത്ര ശമൂവേലിനെ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നോക്കിയേ, മുലകുടി മാറിയ സമയത്ത്, ഏകദേശം 3-3.5 വയസ്സായ സമയത്താണ് ഇവനെ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു മകനാണ്. ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? എന്നാൽ ഹന്നയ്ക്കറിയാൻ ഞാൻ ആക്കുന്നത് ദൈവത്തിന്റെ ആലയത്തിലാണ്. ആലയത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ മഹാപുരോഹിതനാകുന്ന ഏലി അവിടെയുണ്ട്. ഒന്നിനും അവിടെ കുറവ് വരുത്തില്ല. അവനെ സൂക്ഷിക്കുവാൻ, അവനെ പരിപാലിക്കുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ കീഴിൽ സൂക്ഷിക്കുവാൻ അവൾക്ക് അറിയാമായിരുന്നു ഹന്നയ്ക്ക്. അതുകൊണ്ടാണ് അവൾ ഭയപ്പെടാതിരുന്നത്. അവിടെ അവൻ വളർന്നു വരുവാനായിരുന്നു. അല്പനേരത്തുള്ള വിജയത്തിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകരുത്. ഇന്ന് പകൽക്കാലം പെട്ടകത്തിനരികിൽ അവരെ ഉറക്കണം, പെട്ടകത്തിനോട് ചേർത്ത് നിൽക്കണം. അവർ വളരുന്നതോട് ഒരു പടലവങ്ങ വളരുന്നത് പോലെ, കല്ല് കെട്ടിയിട്ട് വളർത്തുന്നത് പോലെ ഒരു വാക്യമെങ്കിൽ ഒരു വാക്യം, 2 വാക്യമെങ്കിൽ 2 വാക്യം അവരെ പഠിപ്പിച്ച് അവരുടെ തലയിലേക്ക് അത് കയറ്റണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്പനേരമേ ഉള്ളൂ. നമ്മുടെ തലമുറ നശിച്ചെന്ന് മറ്റുള്ളവർ നമ്മെ നോക്കി പരിഹസിക്കരുത്, മറ്റുള്ളവർ നമ്മെ നോക്കി വിധി എഴുതരുത്. വചനം വിരളമായിരുന്ന സമയത്ത്, വചനമില്ലാതിരുന്ന സമയത്ത് പെട്ടകത്തിനരികിലേക്ക് ശമൂവേൽ ബാലൻ പോകുവാനായിരുന്നു. ഏലിയുടെ പുരോഹിതന്മാർ 2 പേരും വഴിതെറ്റിയപ്പോൾ, ദൈവത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ, വചനം വിരളമായിരുന്ന സമയത്ത് അവൻ പെട്ടകത്തിന്റെ അരികിലിരുന്നുകൊണ്ട് അവൻ വചനം കേൾക്കുവാനായിരുന്നു. ആ ത്യാഗം ഇന്ന് പകൽക്കാല ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ ഫ്യൂച്ചർ ദൈവം അനുഗ്രഹിക്കുവാനായിത്തീരും. ഇന്ന് പകൽക്കാലം ആ ശമൂവേലിനെ പോലെ യഹോവയുടെ സന്നിധിയിൽ വളരുക. ദൈവത്തിന് മനുഷ്യർക്ക് പ്രീതിയുള്ള കുഞ്ഞുങ്ങളായി വളരുക. അങ്ങനെയാണെങ്കിൽ ലോകവും സഭയും ജനവും ദൈവമക്കളും നമ്മെ കുറിച്ച് പറയുക, നിങ്ങൾ വിശ്വസ്തനായ ഒരു പുരുഷനായിരുന്നു. ഇതുപോലുള്ളൊരു സാക്ഷി എവിടെ കിട്ടണം? ശമൂവേൽ അവന്റെ അന്ത്യകാലം അടുക്കുമ്പോൾ, അവന്റെ പ്രായാധിക്യത്തിൽ അവൻ മരിക്കുവാനുള്ള സമയത്ത് ജനം അവനെ നോക്കി പറയുന്നിടത്തുന്നു, ഇതുപോലൊരു പ്രവാചകൻ, ഇതുപോലൊരു വിശ്വസ്തൻ വേറെ ആരുമില്ല. ഇന്ന് പകൽക്കാലം ആ ശമൂവേലിനെ പോലെ എനിക്ക് പെട്ടകത്തിനരികിൽ ഉറങ്ങണം. എന്റെ കുഞ്ഞുങ്ങൾ പെട്ടകത്തിനരികിൽ ഉറങ്ങണം. അവർ വചനം കേൾക്കുന്നവരായിരിക്കണം. അവർ ദൈവത്തിന് വചനത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നവരായി തീരണം. അതിനായി നമ്മൾ ഓരോരുത്തരും തയ്യാറെടുപ്പിച്ച് അവരെ അതിനുവേണ്ടി ട്രെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ പ്രബോധനത്തിൽ ഇരിക്കുന്നു. ദൈവം നമ്മളെ